വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സാധാരണക്കാരനിൽ നിന്ന് കഠിനാധ്വാനത്തിൽ വളർന്നു വന്ന താരമാണ് വിജയ് സേതുപതി. തന്റെ അഭിനയ മികവിൽ പലതവണ വാർത്തകളിൽ ഇടം പിടിച്ച നടനാണ് എങ്കിലും കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ നടനെ ഒരാൾ പുറകിലൂടെ വന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിലൂടെ വിജയ് സേതുപതി വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ്. വിമാനത്താവളത്തിൽ നടന്ന ആക്രമണം രാജ്യത്തെയും സമുദായത്തെയും അപമാനിച്ചതിനുള്ള മറുപടിയാണ് എന്ന തരത്തിലേക്ക് വിഷയത്തെ കൊണ്ടുപോവുകയാണ് ചില വർഗീയവാദികൾ. അതിനു പിന്നാലെ പരസ്യ ആക്രമണത്തിന് ആഹ്വാനവും നടത്തിയിരിക്കുകയാണ്. പതിവ് പോലെ എല്ലാവർക്കും രാജ്യസ്നേഹികളുടെയും രാജ്യദ്രോഹികളുടെയും സർട്ടിഫിക്കറ്റ് നൽകുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകളാണ് പുതിയ വിവാദത്തിന് പിന്നിൽ. നടൻ വിജയ് സേതുപതിയെ ചവിട്ടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചാണ് തീവ്ര വലതുപക്ഷ സംഘടനയായ ഹിന്ദു മക്കൾ കക്ഷി രംഗത്തെത്തിയിരിക്കുന്നത്. വിജയ് സേതുപതിയെ ചവിട്ടുന്നവർക്ക് 1001 രൂപ പാരിതോഷികം നൽകുമെന്ന സംഘടനയുടെ അധ്യക്ഷൻ അർജുൻ സമ്പത്ത് ഔദ്യോഗിക ട്വിറ്ററിലൂടെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. തേവർ സമുദായ നേതാവായ പാസുപൻ മുത്തുരാമലിംഗ തേവരെ അപമാനിച്ചു എന്നാരോപിച്ചാണ് തീവ്ര ഹിന്ദുത്വ സംഘടന വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ നടന്ന തേവർ അയ്യ അനുസ്മരണ ചടങ്ങിലേക്ക് താരത്തെ ക്ഷണിച്ചിരുന്നു എന്നും എന്നാൽ പങ്കെടുക്കാനാകില്ല എന്ന് വിജയ് സേതുപതി പറഞ്ഞു എന്നുമാണ് ആരോപണം. തേവർ അയ്യ എന്നാൽ കാൾ മാർക്സോ ലെനിനോ ഒന്നും അല്ലല്ലോ എന്നാണ് ഇതേക്കുറിച്ച് വിജയ് സേതുപതി പ്രതികരിച്ചത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇതിൽ പ്രകോപിതരായാണ് ഹിന്ദു മക്കൾ കക്ഷിയുടെ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വിജയ് സേതുപതിയുടെ സംഘത്തെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് യുവാവ് ആക്രമിക്കുന്ന ദൃശ്യങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട് അടക്കമുള്ള പോസ്റ്ററാണ് അർജുൻ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഹിന്ദു മക്കൾ കക്ഷിയുടെ ട്വിറ്റർ ഹാൻഡിൽ പുറത്തുവിട്ടിരിക്കുന്നത്. വിജയ് സേതുപതിയെ ചവിട്ടുന്നവർക്ക് അർജുൻ സമ്പത്ത് നേരിട്ട് 1001 രൂപ പാരിതോഷികമായി നൽകുമെന്നാണ് പ്രഖ്യാപനം. മാപ്പ് പറയുന്നതുവരെ തല്ലണമെന്ന ഗുരുതരമായ ആരോപണമാണ് ഹിന്ദുത്വ സംഘടന നടത്തിയിരിക്കുന്നത്. വിജയ് സേതുപതിക്കെതിരെ നിരവധി ആരോപണങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ദേശീയ അവാർഡ് ലഭിച്ചതിന് വിജയ് സേതുപതിയെ അഭിനന്ദിക്കാനെത്തിയ മഹാഗാന്ധിയോട് ഇതൊരു രാജ്യമാണോ എന്ന പരിഹാസത്തോടെ വിജയ് സേതുപതി മറുപടി നൽകിയെന്നും മഹാഗാന്ധി വിജയ് സേതുപതിയെ പാസുപൻ മുത്തുരാമലിംഗ തേവർ അനുസ്മരണ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്റെ തേവർ, അതായത് തന്റെ ദൈവം ജീസസ് മാത്രമാണെന്ന് വിജയ് സേതുപതി പറഞ്ഞെന്ന ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിനെ തുടർന്നാണ് വിമാനത്താവളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് അർജുൻ സമ്പത്ത് പറയുന്നത്. എന്നാൽ വിജയ് സേതുപതി ഇങ്ങനെ സംസാരിച്ചോ എന്ന കാര്യത്തിൽ യാതൊരു തെളിവോ വ്യക്തതയോ നിലവിൽ ഇല്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് നിരവധി ആരാധകരുള്ള വിജയ് സേതുപതിയെ പോലെയുള്ള വ്യക്തിയെ പരസ്യമായി ആക്രമിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന പ്രസ്താവന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആരാധകരും ഹിന്ദുത്വ സംഘടനകളും തമ്മിലുള്ള പ്രശ്നത്തെക്കാൾ ഒരു സാമുദായിക പ്രശ്നത്തിലേക്ക് തമിഴ്നാട് മാറാനുള്ള ആരോപണങ്ങളാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഉയർത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള രോഷപ്രകടനങ്ങളാണ് ഒരു തെളിവുമില്ലാത്ത ആരോപണത്തിലൂടെ അക്രമത്തിന് ആഹ്വാനം ചെയ്ത പോസ്റ്ററിന് കീഴിൽ വന്ന കമന്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വ്യാജ ആരോപണങ്ങളിൽ നിന്ന് കലാപങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ പ്രഖ്യാപനങ്ങളെ ചെറുതായി കാണാൻ ഒരിക്കലും കഴിയില്ല. എന്തായാലും സംഭവത്തിൽ വിജയ് സേതുപതിക്ക് പിന്തുണയുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഉത്തരേന്ത്യയിൽ അഴിഞ്ഞാടുന്ന പോലെ തമിഴ്നാട്ടിൽ നടക്കില്ല എന്ന് തമിഴ് മക്കൾ വൈകാതെ തന്നെ ഹിന്ദു മക്കൾ കക്ഷിക്ക് മനസ്സിലാക്കി കൊടുക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.